മലബാർ മേഖലയെ കേന്ദ്രഭരണ പ്രദേശമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യവുമായി വിശ്വ ഹിന്ദു പരിഷത്ത് രംഗത്തെത്തിയിരിക്കുകയാണ്. ലഡാക്കിന് സമാനമായ വികസനം മലബാറിലും സാധ്യമാക്കാൻ കേന്ദ്രഭരണം വേണമെന്നാണ് VHP സംസ്ഥാന നേതാവ് അനിൽ വിളയലിന്റെ ആവശ്യം. ദേശവിരുദ്ധ ശക്തികളുടെ ഭീഷണികളെ മറികടക്കാൻ ഇത്തരമൊരു മാറ്റം അനിവാര്യമെന്നും അനിൽ വിളയൽ പറയുകയാണ്. അജിംസ്, രണ്ടാമത്തേതായിരിക്കില്ലേ ഊന്നലായി കണ്ടിട്ടുണ്ടാവുക? അത് ഊന്നലെന്ന് വെച്ചാൽ അതൊരു സംഘപരിവാറിന്റെ അജണ്ട തന്നെയാണ്. ഇപ്പോൾ അനിൽ വിളയൽ എന്ന് പറയുന്ന ഒരു ലോ പ്രൊഫൈൽ സംഘപരിവാർ പ്രവർത്തകൻ അതേക്കുറിച്ച് അഭിപ്രായം പറഞ്ഞു. ഒരു 10-15 വർഷം കഴിഞ്ഞിട്ട് RSS അത് പ്രമേയമായി കൊണ്ടുവരും. ആ പ്രമേയം അന്ന് BJP ഭരിക്കുകയാണെങ്കിൽ ആ പ്രമേയം BJP സർക്കാർ നടപ്പാക്കും. ഇപ്പോൾ ജമ്മു കാശ്മീരിൻ്റെ സംസ്ഥാനത്തിൻ്റെ പ്രത്യേക പദവി, ആ പ്രത്യേക പദവിയോട് സംഘപരിവാറിന് മുമ്പേ എതിർപ്പുണ്ട് RSSന്. ശ്യാം പ്രസാദ് മുഖർജി അതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്തതാണ്. ആ കാലത്ത് ഭരണഘടന ഉണ്ടാകുന്ന കാലത്തൊക്കെ പ്രൊട്ടസ്റ്റ് ചെയ്തതാണ്. പിന്നെ എത്രയോ വർഷം കഴിഞ്ഞു, 2000-ന് ശേഷം വാജ്പേയി സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് RSS ഒരു പ്രമേയം പാസ്സാക്കുന്നത്. ഒരു മുൻ സുപ്രീം കോടതി ജഡ്ജി, അദ്ദേഹം സുപ്രീം കോടതി വിരമിച്ചതിന് ശേഷം പൂർണ്ണസമയ സംഘ പ്രചാരകനായി മാറിയ ആളാണ്. അദ്ദേഹമാണ് ആ പ്രമേയം അവതരിപ്പിച്ച RSSൽ അവർ പാസ്സാക്കി. 2002-03 ആണെന്ന് തോന്നുന്നു. 2019 ആകുമ്പോഴത്തേക്കും നിയമമായി പുറത്തു വന്നു. അപ്പോൾ ആദ്യം ഈ അഭിപ്രായം ഇദ്ദേഹം ആദ്യമായിട്ടല്ല പറയുന്നത്. ഇതിനു മുമ്പ് ഈ അഭിപ്രായം വന്നിട്ടുണ്ട്. അത് ഉത്തരേന്ത്യയിൽ നിന്നാണ് അഭിപ്രായം വന്നത്. ഇപ്പോൾ VHPയുടെ ഒരു നേതാവ് അത് പറയുന്നു. നാളെ അത് RSS പ്രമേയമായിട്ട് വരും. അങ്ങനെയാണ് അത് മുന്നോട്ട് പോവുക. അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം, ഇവിടെ വികസനം കൊണ്ടുവരണമെങ്കിൽ കേന്ദ്രം നേരിട്ട് ഭരിക്കണമെന്നാണ് പറയുന്നത്. വികസനമാണല്ലോ പ്രശ്നം. അതായത് ഇവിടെ താലൂക്കുകളും ജില്ലകളും വിഭജിക്കണം. മലബാർ റീജിയനിൽ ഇവിടെ വികസനപരമായ പിന്നോക്കാവസ്ഥയുണ്ട്, ഡിസ്ക്രിമിനേഷൻ ഉണ്ട് എന്നുള്ളത് കാലങ്ങളായിട്ട് വരുന്ന പ്രശ്നമാണ്. അപ്പോൾ കാലങ്ങളായിട്ടുള്ള ആ പ്രശ്നം വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യം, തുടക്കത്തിൽ ഒരു 10-15 വർഷം മുമ്പൊക്കെ ആണെങ്കിൽ മലപ്പുറം ജില്ലയിൽ കൂടുതൽ താലൂക്ക് വേണം, അല്ലെങ്കിൽ മലപ്പുറം ജില്ല വിഭജിക്കണം എന്നെങ്ങാനും ആരെങ്കിലും പറഞ്ഞാൽ ആ പറയുന്നവനെ തീവ്രവാദി ഓൺ ദ സ്പോട്ടിൽ വിളിക്കും. LDFും BJPയും മാത്രമല്ല, UDF വിളിക്കും, മുസ്ലിം ലീഗുകാർ വിളിക്കുമായിരുന്നു. അത് തീവ്രവാദ. മുസ്ലിം ലീഗ് പോലും ആ ആശയം ഏറ്റെടുക്കുന്നുണ്ടായില്ല. അന്നൊക്കെ ആളുകൾ ഒറ്റപ്പെട്ട ശബ്ദങ്ങളാണ് വന്നത്. ഇന്ന് അസംബ്ലിയിൽ VT ബലറാം അതേക്കുറിച്ച് സംസാരിക്കുന്നു. സർക്കാർ ബജറ്റ് പ്രഖ്യാപനത്തോടനുബന്ധിച്ച് അത് സീരിയസ് ആയി പരിഗണിക്കുന്നു. ഈ ജില്ലകൾ വിഭജിക്കണമെന്ന ആവശ്യം ഇപ്പോൾ മലപ്പുറത്ത് മാത്രമല്ല, മലബാർ റീജിയനിൽ നിന്ന് മാത്രമല്ല ഉള്ളത്. തിരുവനന്തപുരത്ത് നിന്ന് ഒരു സംഘം, നെയ്യാറ്റിൻകരയിൽ നിന്ന് ഒരു സംഘം കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിനാൽ നേരിട്ട് മുഖ്യമന്ത്രി കൊണ്ട് നിവേദനം കൊടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം വിഭജിക്കേണ്ട ജില്ല തന്നെയാണ്. അത്രമാത്രം പോപ്പുലേഷൻ ഉണ്ട്, വലിയ ജില്ലയാണ്, ഭരിക്കാൻ ഭയങ്കര പ്രശ്നമാണ് തിരുവനന്തപുരത്ത്. അതുപോലെ വിഭജിക്കേണ്ട ഒരു ജില്ലയാണ് പാലക്കാട്. അതിൻ്റെ ലാൻഡ് മാസ് നോക്കുകയാണെങ്കിൽ വലിയൊരു ജില്ലയാണ്. പോപ്പുലേഷൻ കുറവാണെങ്കിൽ വലിയ ജില്ലയാണ്. വലിയ ജില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അട്ടപ്പാടി പാലക്കാട്ടാണ്. അട്ടപ്പാടിയിൽ നിന്ന് നെല്ലിയാമ്പതിയിൽ എത്തണമെങ്കിൽ എന്താ ചെയ്യുക? എവിടെ പോയി എത്തും? പറമ്പിക്കുളം പാലക്കാട് ജില്ലപ്പെട്ട സ്ഥലമാണ്. പറമ്പിക്കുളത്തേക്ക് പോകണമെങ്കിൽ തമിഴ്നാട്ടിൽ പോകണം, ഇടുക്കിയെ കടന്നിട്ട് വേണം പോകാൻ. അപ്പോൾ അത്രയും വലിയ ജില്ലയാണ്. അപ്പോൾ വിഭജിക്കേണ്ട കുറേ ജില്ലകളുണ്ട്, പുതിയ താലൂക്കുകൾ രൂപീകരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ താലൂക്കുകളുടെ എണ്ണം വെച്ച് നോക്കുകയാണെങ്കിൽ പത്തനംതിട്ട ജില്ലയിൽ 12 ലക്ഷം മനുഷ്യരാണുള്ളത്. അവിടെ 5 താലൂക്കുണ്ട്. കണ്ണൂർ ജില്ലയിൽ അതിലും കൂടുതൽ ജനസംഖ്യയുണ്ട്, അവിടെ 5 താലൂക്കുള്ളൂ. ഈ ഒരു ഡിസ്ക്രിപ്പൻസി ഭയങ്കരമാണ്. ഡിസ്പാരിറ്റി എന്ന് പറയുന്നത് ഭയങ്കരമാണ്. മറ്റൊന്ന്, ആലപ്പുഴ ജില്ലയിൽ 6 താലൂക്കുണ്ട്. ഈ മലബാറിലെ ചില താലൂക്കുകൾ തന്നെ ആലപ്പുഴ ജില്ലയുടെ അത്രയുണ്ട്. അതാണ് ഇതിൻ്റെ രസം. അപ്പോൾ ഇങ്ങനെയുള്ള ഭയങ്കരമായ ഡിസ്പാരിറ്റി എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഇത് പരിഹരിച്ച് ഭരണം ഉഷാറാക്കണം. ഇപ്പോൾ പുതിയ പ്രപ്പോസൽ, അത് പഴയ പ്രപ്പോസലാണ്. എറണാകുളം ജില്ല വിഭജിക്കണമെന്നുണ്ട്. എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ കേന്ദ്രമായിട്ട് ഒരു ജില്ല രൂപീകരിക്കണം. ഇടുക്കി ജില്ലയുടെയും എറണാകുളം ജില്ലയുടെയും ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് അങ്ങനെ പലതരം പ്രപ്പോസലുണ്ട്. അപ്പോൾ ഇത് പരിഗണിക്കുക എന്നുള്ള സർക്കാരിന് ഗവേണൻസ് എളുപ്പമാക്കാൻ വേണ്ടിയാണ്. അല്ലാണ്ട് ഒരു ജില്ല കൂടുതലായിട്ട് രൂപീകരിച്ച് ആർക്കും എന്ത് ഗുണം ഉണ്ടാവും? ആർക്കാണ് അതുകൊണ്ട് ദോഷം ഉണ്ടാവും? ഇപ്പോൾ മലപ്പുറം ജില്ല വിഭജിച്ചു, അതുകൊണ്ട് മുസ്ലിം ലീഗിന് എന്തൊരു ഗുണം ഉണ്ടാവും? മുസ്ലിം ലീഗിന് നഷ്ടം ഉണ്ടാവുക ശരിക്കും. ആ ജില്ല വിഭജിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പുതിയ ജില്ലയിൽ മറ്റ് ജില്ലകളിൽ നിന്നുള്ള ഭാഗങ്ങളിലൂടെ കയറി വരും. അപ്പോൾ ഡെമോഗ്രഫി മാറും. അത് ലീഗിന് ശരിക്കും നഷ്ടമാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ജില്ല വിഭജിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു ഇന്ത്യ വിഭജനം പോലെയാണ് സംഘപരിവാർ ഇതിനെ അവതരിപ്പിക്കുന്നത്. പക്ഷേ ഇപ്പം അത് മാറിയിട്ടുണ്ട്. നിരന്തരമായ പ്രചാരണങ്ങളുടെ ഭാഗമായിട്ട് പൊതുജനങ്ങൾക്ക് ഇതിൽ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ സംഘപരിവാറിന് മാത്രമേ ഇതിൽ പ്രശ്നമുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം.